ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. 2 ദിവസമായിട്ട് ഇപ്പോൾ നിർത്താതെ മഴയും കാറ്റൊക്കെ ആയതിനെ കൊണ്ട് എല്ലായിടത്തും വെള്ളം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയാ വായനശാലൻ്റെ റോഡൊക്കെ ഇപ്പോൾ നല്ലോണം മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ശീതാട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ വായനശാലൻ്റെ അടുത്ത് മാത്രമേ വെള്ളമുള്ളൂ എന്ന് കരുതിയിട്ട് കാണാൻ വന്നതാണ് ഞങ്ങൾ. പണ്ടൊക്കെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം കാണണമെങ്കിൽ അഴിഞ്ഞലത്ത് പോകണം. കാടേപ്പാടത്ത് വെള്ളം പൊന്തിക്കുകയാണെങ്കിലാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വെള്ളം കയറുക. ഇപ്പോൾ വെള്ളപ്പൊക്കം കാണാനായിട്ട് അഴിഞ്ഞലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ മതി, മൊത്തം വെള്ളത്തിലായിട്ടുണ്ട്. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം കാണാൻ വേണ്ടിയിട്ട് പോവലുണ്ട്. വെള്ളം എത്ര കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ചെയ്യാൻ. അന്നൊന്നും ഇത് അനുഭവിക്കണ കഷ്ടപ്പാടൊന്നും ഞങ്ങൾക്ക് അറിയില്ലാനായിട്ട് ഞങ്ങൾക്ക് ഇത് നല്ല രസമാണ്. വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് നടക്കുക എന്ന് പറഞ്ഞൊക്കെയാണ്. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞങ്ങൾ വെള്ളം കാണാൻ പോവാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വെള്ളം പൊന്തി വീട്ടുകാരുണ്ടാവില്ലേ, അവർ ഞങ്ങളിങ്ങനെ നോക്കൂട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കും ഇവരിപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ നോക്കി നിൽക്കണത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവരുടെ അന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും. അവരുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നശിച്ചു പോവുകയാണ്. പിന്നെ അതേപോലെ കിണറ്റിലെ വെള്ളം ഒന്ന് ചുറ്റോട് വെള്ളമായിട്ട് ഒരു കുടിക്കാൻ തുള്ളി വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത് കേട്ടോ. കാണുമ്പോൾ നമുക്കൊക്കെ രസമായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.